മനസ്സിലാവണ്ട? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണ്ട മക്കള്? സിന്തറ്റിക് ഡ്രഗ് 10 പേരടിച്ച് ഞാൻ 2 പേര് ചത്തുപോകും. അത് ചെകുത്താനാണ്. അവനൊഴിവാക്കുക ദയവ് ചെയ്ത് പ്ലീസ്. നമ്മുടെ അമ്മയപ്പനൊക്കെ കിടന്ന കരനാണ്. ഞാൻ എല്ലാ ദിവസം എത്ര അമ്മയപ്പനാണ് അങ്ങനെ എന്റെ അടുത്ത് വന്ന് കാര്യം പിടിക്കണം. മക്കൾ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. സിന്തറ്റിക് ഡ്രഗ് 10 പേരടിച്ച് കഴിഞ്ഞാൽ 2 പേര് ചത്തുപോകും. പ്ലീസ്. അപ്പോ എനിക്കിത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ. ന്യൂജൻ റാപ്പർ വേടന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഫ്ലാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടി. ഏകദേശം ഈ പറയുന്ന 5 ഗ്രാം അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണക്ക് ജാമ്യത്തിൽ വിടാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളെ ഉള്ളൂ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ കുറച്ചധികം വാർത്തകൾ പരിശോധിച്ച സമയത്ത് 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 11 ഗ്രാം കഞ്ചാവ് എന്തോ പിടികൂടിയൊരു സംഭവമുണ്ട്. അപ്പം ഇതിനേക്കാളും വലിയൊരു കോമഡി എന്ന് പറയുന്നത് ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഈ ഒരു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അതൊക്കെ ഭയങ്കര ദോഷം ചെയ്യുന്ന കാര്യമാണെന്ന് പൊതുവേദിയിൽ വെച്ചിട്ട് അദ്ദേഹം ഈ പറയുന്ന പ്രോഗ്രാംസിൽ വരുന്ന സമയത്ത് പിള്ളേരെ ഉപദേശിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ അതൊക്കെ വാർത്തയാക്കി ഭയങ്കര വൈറലായൊരു സംഭവമാണ്. അത് മാത്രമല്ല രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള വിമർശനങ്ങൾ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എമ്പുരാൻ സിനിമയെ ബന്ധപ്പെട്ട ഈ പറയുന്ന ED റെയ്ഡ് അതൊക്കെ തുറന്നടിച്ച് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വൈറൽ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി വൈറലായ വ്യക്തിയാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളടക്കമുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പാട്ടുകൾ ഭയങ്കര ഹരമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. വെറും 400-600 ആൾക്കാരെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് 20,000-ഓളം അധികം ആൾക്കാരൊക്കെ വന്ന് കയറുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല ഭയങ്കര പ്രായം ചെന്ന അമ്മമാർക്ക് അടക്കം ഈ ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ വേടൻ്റെ വാക്കുകൾ ഭയങ്കര ഹരം കൊള്ളിക്കുന്ന ഒന്നാണെന്ന് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും പറയപ്പെടുന്ന കലാഭവൻ മണിക്ക് പകരം ഒരാൾ എന്ന തരത്തിലൊക്കെ പറയപ്പെട്ടിരുന്നുണ്ട്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ള കാര്യം. കലാഭവൻ മണിക്ക് പകരമായിട്ട് വരുന്നുണ്ട്. കാരണം വാക്കുകളിൽ ഭയങ്കരമായിട്ടുള്ളൊരു തീപ്പരിയുണ്ട്. ഒരു പറയാൻ ഈ പറയുന്ന കണക്ക് ഞാൻ പാണനല്ല, പറയാനല്ല, നീ തമ്പുരാനുമല്ല എന്നൊക്കെ പറഞ്ഞു വെക്കണമെങ്കിൽ കൃത്യമായിട്ട് ഈ വേടൻ തന്നെ പല ഇന്റർവ്യൂസിലൂടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ വെളിയിലിറങ്ങി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്ന് തന്നെ അടിച്ചു കൊല്ലാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു പാട്ടിലൂടെ ആവുന്ന സമയത്ത് തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ മാറേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. ഇതുപോലെ ജാതി, രാഷ്ട്രീയം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ സ്വന്തം വരികളിലൂടെ തീക്കനൽ പോലെ പറയുന്ന ഈ പറയുന്ന വേടനെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കറുത്ത മുത്തായിരുന്ന കലാഭവൻ മണി അദ്ദേഹത്തിന്റെ അന്ത്യം എങ്ങനെയാണ്, ഈ പറയുന്ന ഒരുപാട് പ്രായം ചെന്നിട്ടാണോ അതോ പെട്ടെന്ന് പോയതാണോ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു ഫാക്ടർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലഹരിയായിരുന്നു, മദ്യമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. വേടന്റെ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിലൊരു വീഡിയോ ഞാനത് വെക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് എല്ലാവരും കാണുന്നൊരു കാര്യമാണ് അദ്ദേഹം മദ്യത്തിന് ഈ പറയുന്ന ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന മയക്കുമരുന്ന്, ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങളിലേക്ക്, കഞ്ചാവ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ ഓരോ തരത്തിലുള്ള എന്താ പറയുന്നത് നമുക്ക് അത്ഭുതം കാണാനില്ല. കാരണം അങ്ങനെയാണ് ഉപയോഗിച്ച് അത്തരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റാനുള്ള ഒരു തീപ്പൊരി നമ്മുടെ നെഞ്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മറ്റൊന്നിന് അടിമപ്പെടാതെ വിനിയോഗിക്കുക എന്നൊരു സംഭവമുണ്ട്. വാക്കുകൾ തീക്കനലാവുന്ന വേടന് അത് കൃത്യമായിട്ട് കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പാഠവും ഉണ്ടെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിക്ക് വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് ഒന്നുമല്ലാതിരുന്ന സമയത്ത് ചുറ്റിനും എത്ര പേരുണ്ടായിരുന്നു, ഇന്ന് എത്ര പേരുണ്ടായിരുന്നു എന്ന് നോക്കുന്ന സമയത്ത് പണം, പദവി അതിലെത്ര മാത്രം ഈ പറയുന്ന കൈ ആളുന്നു എന്നൊരു കാര്യം ഇത്രയും വാക്കുകൾ ചടുലമായിട്ട് പറയപ്പെടുന്ന വേടന് ബാക്കിയുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എപ്പോഴും ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച ഉണ്ടാവുന്ന പറയുന്നൊരു സംഭവമുണ്ട്. ഇത് ഏതൊരു മനുഷ്യന്റെ കാര്യത്തിൽ ഉണ്ടാവുന്ന കാര്യമാണ്. എപ്പോഴും വിജയം, പതനം എന്നൊക്കെ പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വിചാരിച്ചു വിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനെന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു പതനം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതുപോലുള്ള മദ്യം അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ പറയുന്ന ശരീരത്തിനെ വല്ലാതെ ബാധിക്കും, നമ്മുടെ ഈ പറയുന്ന തിരിച്ചറിവിനെ ബാധിക്കും, നമ്മുടെ തലച്ചോറിനെ ബാധിക്കും, ഓർമ്മയെ ബാധിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ പറയണമെങ്കിൽ നമ്മളിൽ നിന്ന് മാറ്റേണ്ട കാര്യങ്ങളെ കൃത്യമായിട്ട് മാറ്റാൻ കൂടി അറിയേണ്ട കാര്യങ്ങളുണ്ട്. ഇത് അമിതമായി പോയി കഴിഞ്ഞാൽ, ഇത് ഭയങ്കര പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞാൽ കിട്ടിയ ഈ ഒരു പേര് ഇല്ലാതാവാൻ ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചൊരു വരവെന്ന് പറയുന്നത്
നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇല്ല എന്ന് പറയേണ്ട കാര്യമുണ്ട്. കാരണം നമുക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്, ഒരിക്കൽ കള്ളൻ എന്ന മുദ്ര കുത്തപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പിന്നീട് എത്ര നന്നാവാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവനെ ആ ഒരു ലേബലിൽ കൂടി മാത്രം കാണാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കാര്യത്തിലും. ഒരിക്കൽ കഞ്ചാവ് കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, പക്ഷെ വേടന്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം ആ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ട സമയത്ത് അതിനകത്ത് ആ ഒരു കഞ്ചാവ് എന്നൊരു സംഭവത്തിനെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് വലുതാക്കി കാണിക്കാൻ ആരും ശ്രമിക്കുന്നില്ല. വേടന്റെ കഴിവുകളെ കുറിച്ച് മാത്രം പറയാൻ ശ്രമിക്കുന്ന ഒരു കമന്റ് സെക്ഷനാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത്. ഇന്ന് കണ്ട ഈ പറയുന്ന കഞ്ചാവ് എടുത്തുമായി ബന്ധപ്പെട്ടതിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ട പോസ്റ്റുകളിൽ അല്ലെങ്കിൽ അതിന്റെ കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് തിരിച്ചടിച്ച് പറയുന്നതും കേൾക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ ഉണ്ടാവും എന്നുള്ളത് അത് വിചാരിച്ചിട്ട് കാര്യമില്ല. എപ്പോഴാണ് ആൾക്കാർ തിരിച്ചു പറയാൻ തുടങ്ങുന്നത്? കാരണം നമ്മുടെ നാടിപ്പോൾ ഏറ്റവും കൂടുതൽ നശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന ഡ്രഗ്സ് തന്നെയാണ്, സിന്തറ്റിക് ലഹരി തന്നെയാണ്. ആ സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് ജീവിതം നശിച്ചു, നമ്മുടെ അമ്മയച്ഛനും ഒക്കെ കരയുകയാണെന്ന് പറഞ്ഞ് കുട്ടികളെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന സ്റ്റേജിൽ വന്ന് നന്മമരം കാണിച്ച വ്യക്തിയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പുച്ഛം തോന്നുക തന്നെ ചെയ്യും. ഇനി കുട്ടികൾ മറ്റൊരു വല്ലാത്തൊരു ലോകത്തിലേക്കാണ് ഈ പറയുന്ന ഒരു ഭാവനാ ലോകത്തിൽ വിഹരിച്ചു കിടക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ എന്ന് പറയുന്നത്. അവർക്ക് ഇതൊന്നും വലിയ അഫക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ബോധർ ചെയ്യുന്ന ഒരു കാര്യമായിട്ടൊന്നും തോന്നില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ ഇവർ ഇതിനെ എടുക്കുമോ, വേടൻ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ എന്ത് ഉപയോഗിച്ചാൽ എന്ത്, അദ്ദേഹത്തിന്റെ മ്യൂസിക് മാത്രം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ മലയാളം MA കഴിഞ്ഞൊരു വ്യക്തിയാണ്. അത്യാവശ്യം കുറച്ചൊക്കെ ഈ പറയുന്ന കണക്ക് വായന ഉള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന കുട്ടികളിലേക്ക് കുറച്ചൊക്കെ അധ്യാപനത്തിന്റെ വഴിയായിട്ട് കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്, എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നുള്ളൊരു കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു തീക്കനലുള്ള നമ്മുടെ ഈ പറയുന്ന ജാതി അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയം, ഇതിനെയൊക്കെ ഈ പറയുന്ന ചൂടേറിയ വാക്കുകൾ കൊണ്ട് ഈ പറയുന്ന വരികൾ കൊണ്ട് കോറിയിടാൻ അത് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരാളെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇഷ്ടം തോന്നും. ആ ഇഷ്ടം നിലനിൽക്കുന്നത് കൊണ്ടും ആ തീക്കനൽ പോലത്തെ വരികൾ ഇനിയും വേണം എന്നതുകൊണ്ടും പറയപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ പറയുന്ന നമ്മളെ തളർത്താൻ ഉപയോഗിക്കുന്ന ഈ പറയുന്ന കുറച്ചധികം ആൾക്കാർ, പണം പദവിയൊക്കെ വരുന്ന സമയത്ത് കുറേയധികം ആൾക്കാർ കൂടും, നമ്മളെ തളർത്താൻ ശ്രമിക്കും. ഇത് തന്നെയാണ് കലാഭമണി എന്ന് പറയുന്ന കറുത്തമുത്തിനും സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. കുറെ ആളുകൾ കൂടി കള്ളു കുടിപ്പിച്ചു, മദ്യം കുടിപ്പിച്ചു, അവസാനം അദ്ദേഹം ഈ പറഞ്ഞ മൺമറഞ്ഞു പോയി. അവസാനം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം, ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും കണ്ട കാര്യമാണ്, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞ കാര്യമാണ്. ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാവർക്കും സംഭവിക്കുന്നതെന്ന് പറയുന്നത്. നമ്മളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്ന ആ ആൾക്കാരെ അതുപോലെ തന്നെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ പണവും പദവിയും നോക്കി വരുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, കുറച്ചൊക്കെ ബുദ്ധിയുണ്ടെങ്കിൽ. വേടന്റെ വാക്കുകൾ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കഴിവുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയും. കാരണം വേടന്റെ വാക്കുകളെ ശ്രദ്ധിക്കാൻ വേണ്ടി ന്യൂ ജനറേഷൻ പിള്ളേർ ഒരുപാട് തയ്യാറാവുന്നുണ്ട്, കൊച്ചു പിള്ളേരടക്കം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പറയുന്ന വാക്കിന്റെ തീക്കനലുകൾ ആ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളത്. അതിലപ്പുറത്തേക്ക് സ്വയം ലഹരിക്ക് എതിരെയായിട്ട് ആളിക്കത്തുന്നത് പോലെ സ്റ്റേജുകളിൽ പറയുകയും ആ ഈ ലഹരിക്ക് അടിമയായിട്ട് മാറുകയും ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈരുദ്ധ്യത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അറ്റ്ലീസ്റ്റ് ഇതിപ്പം 5 ഗ്രാം അങ്ങനെ എന്തോ ആയതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ വിടുന്നൊരു സംഭവമാണ് ഇതിൽ കേട്ടിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയെങ്കിലും മാറാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ വാക്കുകളിൽ ഒരുപാട് തീപ്പൊരിയുണ്ട്, അതുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്, തെറ്റാർക്കും പറ്റാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഈ ആൾക്കാരിലേക്ക് സ്വയം ഉപയോഗിച്ചുകൊണ്ടിട്ട് നന്മമരം ചമയാന്ന് പറയുന്നൊരു സംഭവം, അതിനെ അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. ഇത്രയും തീക്കാനുള്ള ഒരാൾക്ക് ഡ്രഗ്സ് ലഹരി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഈ എന്താ പറയുന്നത് കുറേയധികം ഈ പറയുന്ന ആകാശത്തിലേക്ക് പൊങ്ങി കയറുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണെന്നുള്ളൊരു തോന്നൽ വരുന്ന സമയത്ത് ചിലപ്പോൾ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ മാറ്റിയാൽ അവനവന് കൊള്ളാം.